നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ ഉത്ര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ചിങ്ങക്കൂറിലാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 10-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. വലിയൊരു ദോഷമില്ലെങ്കിലും ഭാഗ്യസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം 10-ാം ഭാവത്തിൽ വന്നത് കാരണം കൊണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി അത്രയൊരു ഗുണം പറയാൻ വയ്യ ഈ വർഷത്തിൽ. ഇപ്പോൾ 10-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന നേരം ഭവന സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങളും കർമ്മസ്ഥാനത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാൻ യോഗമുണ്ട്. മാത്രമല്ല കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷമുള്ളത് കാരണം കൊണ്ട് അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുക, നല്ല പ്രതീക്ഷയുണ്ടായിട്ട് നിരാശ അനുഭവപ്പെടാൻ ഇടവരിക പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായിരിക്കുന്ന പരിപൂർണമായിട്ടുള്ള ഗുണം അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം ഇപ്പോൾ 9-ാം ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 9-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്ന കാരണം കൊണ്ട് എന്തൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് അഭിവൃദ്ധിയിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമാണ്. ലഗ്നാധിപതി പഞ്ചമഹാവൃക്ഷത്തിലെ ഭദ്രായോഗം ചെയ്തിട്ടും നിപുണായോഗം ചെയ്തിട്ടും ആണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുക, സേനാനായകത്വം എന്ന് പറയുന്ന ഒരവസ്ഥ, ഏത് കൂട്ടത്തിൽ ചെന്നാലും അവിടെ ഒരു നേതൃസ്ഥാനാധിപത്യം കിട്ടാനായിട്ട് യോഗമുണ്ട്. നിപുണായോഗമുണ്ട്. നന്നായിട്ട് സംസാരിക്കാനും മറ്റുള്ളവരെ നല്ല രീതിയിൽ നിയന്ത്രിക്കാനും, തൊഴിലിൽ മറ്റുള്ളവരെ ഒക്കെ നിയന്ത്രിച്ച് സ്വന്തം നേതൃത്വ പാഠവും പ്രദർശിപ്പിക്കാനും, അഭിവൃദ്ധി ഉണ്ടാകാനും, തൊഴിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാനും ഒക്കെ യോഗമുള്ള ഒരു മാസമാണ്. എല്ലാ രീതിയിലും നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുള്ളത് കാരണം കൊണ്ട് ഉത്തര നക്ഷത്രത്തിൽ ഈ മാസത്തിൽ നല്ല സാമ്പത്തികമായിരിക്കുന്ന വർധനവുണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള വർധനവ് എന്ന് പറയുമ്പോൾ ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്താണ്. അപ്പോൾ കർമ്മത്തിൽ ഭാഗ്യം അനുഭവപ്പെടുക എന്ന് പറയുന്ന ഒരവസ്ഥയാണ് മെയിനായിട്ട്. 2-ാം ഭാവാധിപതി കർമാധിപതിയോട് ചേർന്ന് നിൽക്കുകയും വ്യാഴത്തിൻ്റെ ശുഭകർത്തരി യോഗം വരികയൊക്കെ ചെയ്യുന്നത് കാരണം കൊണ്ട് വളരെ നല്ല സാമ്പത്തിക മേഖലയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് എങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ ബാധാസ്ഥാനത്ത് രാഹു നിൽക്കുന്ന നാഗദോഷം കുറച്ച് പ്രബലമായതുകൊണ്ട് രാഹുർദശയൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നാഗപൂജ ചെയ്യുക, അല്ലെങ്കിൽ നാഗബലി കഴിപ്പിക്കുക, 100 പാലും കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാഗദോഷം പരിഹരിച്ചാൽ മാത്രമേ ഈ പറയുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ലഗ്നത്തിൽ നിൽക്കുന്നത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ ലഗ്നേ കുജേ ക്ഷേതതനു എന്ന് പറയുന്ന യോഗം ഉള്ളത് കാരണം കൊണ്ട് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു ചൊവ്വയുടെ സ്വഭാവം തന്നെ കാണിക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക, ശരീരത്തിൽ മുറിവ്, ചതവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരിക, പരാജയ ഭീതി ഉണ്ടാകുക, അങ്ങനെ ചില നിരാശ പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചെറിയ വിപരീതമായിരിക്കുന്ന സ്വഭാവങ്ങൾ ലഗ്നത്തിൽ നിൽക്കുന്ന കേതു ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്കുള്ളത് കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. ശനിക്ക് ത്രായാരിഷ സദാവാസം 3-6-11 നിൽക്കുന്ന ശനിയുടെ ദശാകാലവും അപഹാരകാലവും ഒക്കെ ഗുണം ചെയ്യുക. അപ്പോൾ ചാരവശാൽ ഇപ്പോൾ 6-ൽ നിൽക്കുന്ന ശനി ആയത് കാരണം കൊണ്ട് ശനിദോഷമില്ല എന്ന് മാത്രമല്ല ശനീശ്വരൻ്റേതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ട്. പിന്നെ അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അഷ്ടമാധിപതി ബലവാനാണ്. അപ്പം ലഗ്നാദിശ ബലവിരഹിത രന്ധ്രബേവിയുക്തി, ലഗ്നാധിപതി അഷ്ടമാധിപതിയും ബലവാനായി നിൽക്കുമ്പോൾ ദീർഘായുർയോഗമാണ്. അതേസമയത്ത് ഇവിടെ ലഗ്നാധിപതിക്കും അഷ്ടമാധിപതിക്കും സ്വക്ഷേത്ര ബലം എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട് ഒന്ന് അഷ്ടമാധിപതി ബലവാനും ലഗ്നാധിപതി ബലഹീനമാകുമ്പോഴാണ് പല രീതിയിലുള്ള വിപത്തുകളും പ്രതിസന്ധികളും ഉണ്ടാകുക. അപ്പോൾ ഇപ്പം ലഗ്നാധിപതി നിപുണായോഗപ്രദനും ഭദ്രായോഗപ്രദനൊക്കെ ആയി നിൽക്കുന്നത് കാരണം കൊണ്ട് ദീർഘായുർയോഗം ഉണ്ടാകുന്നല്ലാതെ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല. ശുക്രസൂര്യനോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. 5-ാം ഭാവാധിപതി 6-ാം ഭാവത്തിലാണ്. സ്ത്രീ സംബന്ധമായ വിഷയത്തിലൊക്കെ ചിലപ്പോൾ കുറച്ച് മാനസിക ടെൻഷൻ ഉണ്ടാകുമെങ്കിലും പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനാണ് ഉത്തര നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.